Good morning, students. നമുക്ക് Keam 2020 ചോദിച്ച ചില ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് let vector A is equal to I plus 2j minus 3k and vector B is equal to lambda j plus 3k if the projection of vector A on B is equal to the projection of B on A, then the value of lambda യുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ ഏതാണ്? പ്രൊജക്ഷൻ ഓഫ് A on B, പ്രൊജക്ഷൻ ഓഫ് A on B is equal to the projection of B on A. Projection of A on B എന്താണ്? Projection of തന്നിരിക്കുന്ന കണ്ടീഷൻ projection of A vector A on vector B is equal to projection of vector B on B. ഇതാണ് തന്നിരിക്കുന്നത്. Vector projection of vector A on B എന്ന് പറഞ്ഞാൽ എന്താണ്? Vector A dot vector B divided by modulus of vector B. ഇതാണ് projection of vector A on B. Projection of B on A എന്താണ്? Vector B dot vector A divided by modulus of vector A. Vector A dot B, vector B dot A equal ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് വെക്ടർ A is equal to മോഡുലസ് ഓഫ് വെക്ടർ B. മോഡുലസ് ഓഫ് വെക്ടർ A is equal to മോഡുലസ് ഓഫ് വെക്ടർ B. അപ്പോൾ മോഡുലസ് ഓഫ് വെക്ടർ A is equal to മോഡുലസ് ഓഫ് വെക്ടർ B ആണെങ്കിൽ നമുക്ക് എഴുതാം മോഡുലസ് ഓഫ് A സ്ക്വയർ is equal to മോഡുലസ് ഓഫ് B സ്ക്വയർ. ഇന്ന് മോഡുലസ് ഓഫ് A നമ്മുടെ എന്താണ്? ഇവിടെ റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് A സ്ക്വയർ ആവുമ്പോൾ 1 പ്ലസ് 4 പ്ലസ് 9. അവിടെ ഐയുടെ കോഎഫിഷ്യന്റ് A ആണ്, അത് നമ്മൾ എഴുതുന്നു. അപ്പോൾ 1 പ്ലസ് 2 സ്ക്വയർ 4, കെയുടെ കോഎഫിഷ്യന്റ് 9. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് എഴുതുന്നു? B ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ സ്ക്വയർ പ്ലസ് 9. നമുക്ക് എന്ത് കിട്ടും? 9 13 14 14 is equal to lambda square plus 9. Therefore, lambda square is equal to എത്ര കിട്ടും? നമുക്ക് 9 കൊണ്ട് വരുമ്പോൾ 5 കിട്ടും. ലാംഡയുടെ വാല്യൂ എത്രയാണ്? പ്ലസ് ഓർ മൈനസ് റൂട്ട് 5. അങ്ങനെ ഒരു വാല്യൂ ഉണ്ടോ നോക്കിയേ. പ്ലസ് ഓർ മൈനസ് റൂട്ട് 5. ഓപ്ഷൻ ഇ ആണ് ആൻസർ. പ്ലസ് ഓർ മൈനസ് റൂട്ട് 5. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? ഇ ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. പ്ലസ് ഓർ മൈനസ് റൂട്ട് 5. പ്ലസ് ഓർ മൈനസ് റൂട്ട് 5. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഫോർമുല ഏതാണ്? പ്രൊജക്ഷൻ ഓഫ് വെക്ടർ A on B. Projection of vector A on B is equal to projection of vector B on A. ഈ ഒരു ഫോർമുല ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ആൻസർ എന്ത് കിട്ടി? പ്ലസ് ഓർ മൈനസ് റൂട്ട് 5 എന്ന് ആൻസർ കിട്ടി കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If vector A is equal to 2, modulus of vector B is equal to 3, and vector A dot vector B is equal to 4, then A minus B എത്രയാണ് കണ്ടുപിടിക്കുക? ഇവിടെ A ഓപ്ഷൻ റൂട്ട് 5, B റൂട്ട് 7, C റൂട്ട് 6, B 5, E 6. ഇവിടെ നമുക്ക് വെക്ടർ A തന്നെ മോഡുലസ് ഓഫ് വെക്ടർ A തന്നിട്ടുണ്ട്, മോഡുലസ് ഓഫ് വെക്ടർ B തന്നിട്ടുണ്ട്. വെക്ടർ A ഓൺ B, ഈ വെക്ടർ A ഡോട്ട് B തന്നിട്ടുണ്ട്. A ഡോട്ട് B = 4 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മോഡുലസ് ഓഫ് വെക്ടർ A മൈനസ് B കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് വെക്ടർ A മൈനസ് B കണ്ടുപിടിക്കണം. and നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഇതാണ്. വെക്ടർ A മൈനസ് B ഹോൾ സ്ക്വയർ modulus of vector A minus B whole square is equal to എന്താണ്? modulus of A whole square modulus of B whole square minus 2 into vector A dot B. ഇതാണ് ആ ഫോർമുല. ഈ ഫോർമുലയിൽ നമുക്ക് modulus of A നമ്മുടെ കയ്യിലുണ്ട്. modulus of A എത്രയാണ്? 2 ആണ്. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. modulus of B നമ്മുടെ കയ്യിലുണ്ട് 9. 3യുടെ സ്ക്വയർ minus 2 into ഇനി vector A on B. A on B എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നിട്ടുണ്ട് 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 4 13, 13 മൈനസ് 8, 13 8 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 5. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ ഡി. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ ഇവിടെ നമുക്ക് ഒരു പ്രത്യേകം ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് മോഡുലസ് ഓഫ് A മൈനസ് B ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 ആണ്. കണ്ടോ? മോഡുലസ് ഓഫ് A മൈനസ് B ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? മോഡുലസ് ഓഫ് A മൈനസ് B ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടിയത് എത്രയാണ്? മോഡുലസ് ഓഫ് A മൈനസ് B ഹോൾ സ്ക്വയർ ആണ് കിട്ടിയിരിക്കുന്നത്. Therefore, modulus of A minus B is equal to root 5.
റൂട്ട് 5 എന്ന ആൻസർ ഉണ്ടോ നോക്കി. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. തെറ്റിപ്പോകരുത്, സൂക്ഷിക്കണം. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. അപ്പൊ നമ്മളിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ കണ്ടുപിടിച്ചത്. മോഡുലസ് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് നമുക്ക് എന്ത് കിട്ടിയത്, 5 എന്ന് കിട്ടിയത്. കണ്ട 5 എന്നുള്ള ആൻസർ ഇതിലുണ്ട്. പെട്ടെന്ന് കയറി നമ്മൾ 5 അടിക്കരുത്. നമ്മൾ എ മൈനസ് ബി ആണ് കിട്ടേണ്ടത്. മോഡുലസ് ഓഫ് എ മൈനസ് ബി ആണ് കിട്ടേണ്ടത്. അപ്പൊ അതിന് റൂട്ട് 5. അപ്പൊ നമ്മുടെ ആൻസർ റൂട്ട് 5 ആണ്. നമ്മൾ ഇപ്പൊ 5 എന്നാണ് എഴുതിയെങ്കിലോ 5 എന്നാണ് ബബിൾ ചെയ്തെങ്കിൽ നമ്മുടെ ആൻസർ നെഗറ്റീവ് മാർക്കോ നമുക്ക് ഭയങ്കര ദോഷം ചെയ്യും അതല്ലേ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആൻസർ പെട്ടെന്ന് തിരക്ക് പിടിച്ചെടുത്ത് ആലോചിച്ച് തന്നെ ചെയ്യണം. ഇവിടെയൊക്കെ ഇങ്ങനെ മിസ്റ്റേക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 ആണ്. therefore മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് 5. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. എല്ലാവരും എഴുതിയെടുത്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following points lie on the straight line? On the straight line, x minus 1 by 2, y plus 1 by 4, z minus 2 by minus 2. ഇവിടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ 2, 6, minus 2, b, 4, 3, 1, c, 1, 4, minus 1, d, 3, 3, 0, e, 6, 2, minus 1. അതിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലേത് പോയിന്റ് ആണ് ഈ സ്റ്റേറ്റ് ലൈനിൽ കിടക്കണമെന്നാണ്. ഇതൊരു 3 ഡയമെൻഷൻ ജോമെട്രിയിലെ ക്വസ്റ്റൻ ആണ്. എക്സും വൈ ഇസഡും ഉണ്ട്. ഇതിലേത് പോയിന്റ് ആണ് ഇതിൽ കിടക്കണം നോക്കാം. നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റില് ഇത് എക്സ് 2, വൈ 6, ഇസഡ് മൈനസ് 2. ഫസ്റ്റ് പോയിന്റ് കൊടുത്തു കഴിയുമ്പോൾ 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? എക്സ് ഇസിക്കൽ 2 കൊടുക്കുമ്പോൾ 2 minus 1 എന്ന് പറയുമ്പോൾ 1 by 2 is equal to, രണ്ടാമത്തേൽ നമ്മൾ 6 കൊടുക്കുമ്പോൾ 6 plus 1 എന്ന് പറയുമ്പോൾ 7 by 4. അപ്പൊ അത് ശരിയില്ല. അപ്പൊ അത് എടുക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യത്തെ പോയിന്റ് പറ്റില്ല. 2, 6, 2 തെറ്റാണ്. രണ്ടാമത്തെ പോയിന്റ് എടുക്കാം. 4, 3, 1. 4 കൊടുത്ത് വെക്കാം. 4 minus 1 എന്ന് പറഞ്ഞാൽ 4 minus 1 3 by 2 is equal to, ഇവിടെ നമ്മൾ 2 കൊടുക്കുമ്പോൾ 2 plus 1 2 3 by 4. അവിടെയും തെറ്റിക്കും. അപ്പൊ ഇത് രണ്ടാമത്തെ പോയിന്റ് പറ്റില്ല. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. മൂന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കുമ്പോൾ 1 minus 1 എന്ന് പറഞ്ഞാൽ 0 by 2. ഇവിടെ 4 കൊടുക്കുമ്പോൾ 4 plus 1 5 by 4. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് പറ്റില്ല. നാലാമത്തെ പോയിന്റ് കൊടുക്കാം. നാലാമത്തെ പോയിന്റ് 3, 3, 1. എക്സിന് 3 കൊടുക്കുമ്പോൾ 3, 3, 1 എന്നുള്ള പോയിന്റ്. എക്സിന് 3 കൊടുക്കുമ്പോൾ 3 minus 1 എന്ന് പറഞ്ഞാൽ 2 by 2. ഇനി വൈക്ക് നമ്മൾ 3 കൊടുക്കുമ്പോൾ 3 plus 1 4 ആണ്. 4 by 4. 3 plus 1 4 by 4 ആണ്. അടുത്ത് ഇസഡിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് മൂന്നാമത്തേല് ഇസഡ് മൈനസ് 2 by -2 എന്നാണ്. അപ്പോൾ ഇവിടെ ഇസഡിന് നമ്മൾ 0 ആണ് കൊടുക്കുന്നത്. 3, 3, 0. ഡി എന്നുള്ള പോയിന്റ് 3, 3, 0 ആണ്. അപ്പൊ നമ്മൾ ഇസഡിന് 0 കൊടുക്കുമ്പോൾ 0 minus 2, അപ്പോൾ -2 by -2. അപ്പൊ നമുക്ക് കിട്ടുന്നത് 1, ഇവിടെ 1, ഇവിടെ 1. മൂന്നാമത്തെ കേസ്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് ശരി? ഡി എന്നുള്ള ഓപ്ഷൻ ആണ് ശരി. ഡി 3, 3, 0 ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഈ പോയിന്റ് നമ്മൾ ഓരോ പോയിന്റ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പോയിന്റ് ലൈ ഓൺ ദി സ്റ്റേറ്റ് ലൈൻ എന്ന് വെച്ചത് 3 ഡയമെൻഷനിലെ ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമ്മൾ ഈ പോയിന്റുകൾ ഓരോന്ന് കൊടുത്തു കഴിയുമ്പോൾ നാലാമത്തെ പോയിന്റ് 3, 3, 0 എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നാലാമത്തെ പോയിന്റ് ആണ് ഡി എന്നുള്ള ആൻസർ ആണ് ഇതിന് ശരിയായിട്ട് ആൻസർ. അപ്പൊ എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. ഇങ്ങനെയുള്ള എളുപ്പമുള്ള ക്വസ്റ്റൻസ് ഒക്കെ പരീക്ഷയ്ക്ക് വരും. എളുപ്പമുള്ളതും കുറച്ച് ബുദ്ധിമുട്ടുള്ളതും കുറച്ച് വർക്ക് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഇങ്ങനെ മിക്സ് ചെയ്തായിരിക്കും നമുക്ക് കീമിന് ക്വസ്റ്റൻസ് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അതുണ്ടാവും. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യണം. നമ്മുടെ ഓപ്ഷൻ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുക എന്താണ്? നെഗറ്റീവ് മാർക്സ്. അപ്പൊ നമുക്ക് നേരെ പ്രതികൂലമായിട്ട് അത് ബാധിക്കും. അത് സൂക്ഷിച്ച് നമ്മൾ എളുപ്പമുള്ള ക്വസ്റ്റൻ എഴുതി പെട്ടെന്ന് തിരക്ക് പിടിച്ച് ചെയ്തത് വളരെ ആലോചിച്ച് തന്നെ കറക്റ്റ് ആയിട്ട് എല്ലാ ആൻസർ എന്റെ എഴുതിയിരിക്കാം കേട്ടോ. ഓക്കെ ശരി.